ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഹിന്ദിക്കാരുടെ മോരുകറിയാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കിയതല്ല, ഇത് ഞാൻ അവർ തയ്യാറാക്കുന്നത് കണ്ടപ്പം ഒരു വീഡിയോ പിടിച്ചത് മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ മോരുകറി വെക്കുന്നതിലും ഒത്തിരി വ്യത്യാസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അവരാദ്യം ഇത് ചരുവാണ്, ഒത്തിരി പേർക്ക് വേണ്ടിയാണ് ഈ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ചരുവാണ് വെച്ചിരിക്കുന്നത്, വലിയ ചരുവം. അതിലേക്ക് കടുക്, ജീരകം, ഉലുവ എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അതെല്ലാം ഇനിയൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇവരാകെ കൂടെ കറിവേപ്പില ചേർക്കുന്ന ഒരേ ഒരു കറിയാണ് ഇത് മോരുകറിയിൽ. അല്ലാത്തതിലൊന്നും അവർ കറിവേപ്പില ചേർക്കാറില്ല. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കും. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ശരിക്കും അരച്ചിട്ടാണ് ഇത് ചേർത്തത്. നല്ല എരിവായിരിക്കും ഇവരുടെ മോരുകറിക്ക്, നല്ല ടേസ്റ്റിയാണ്, നല്ല എരിവുമാണ്. പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുത്തു. നല്ലവണ്ണം അത് അരച്ചവർ, ചതച്ചല്ല, നല്ലവണ്ണം അരച്ചു. ഇനി അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്തു. എനിക്ക് തോന്നുന്നു അത് അടി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ചേർത്തതെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവർ മോരിന് കുറേയധികം മഞ്ഞൾ ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ അധികം ചേർക്കാറില്ലല്ലോ, എന്ന് പറഞ്ഞാൽ ഒത്തിരി മഞ്ഞൾ കാണത്തില്ലല്ലോ, ചെറുതായിട്ടൊന്നും. പക്ഷേ ഇവർ നല്ലവണ്ണം മഞ്ഞൾ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ചേർത്തത് കടലമാവ് കലക്കി ഒഴിച്ചതാണ്. കടലമാവ് ചേർത്താണ് ഇവർ മോരുകറി വെക്കുന്നത്. കടലമാവ് കലക്കിയത് അത് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം കുറുകുന്നവരെ ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഇളക്കി കൊടുത്ത് അത് കുറുകി വരുമ്പോഴാണ് ഇവർ തൈര് ചേർക്കുന്നത്. തൈര് അത് വെള്ളം ചേർത്ത് വെച്ചേക്കാണ് നേരത്തെ. ഇതുപോലെ കണ്ടോ, നല്ലവണ്ണം ഒന്ന് കുറുകി വന്നു. ഇനി ഇതിലേക്ക് അവർ തൈര് ചേർത്ത് കൊടുക്കും. എനിക്ക് തോന്നുന്നു കായപ്പൊടി ലാസ്റ്റിൽ അവർ ചേർക്കത്തുള്ളെന്ന് തോന്നുന്നു. കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുത്തു. ഇനി തൈര് വെള്ളം ചേർക്കാതെ തന്നെയാണെന്ന് തോന്നുന്നു ഇവർ ചേർത്തത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണ്, എനിക്കിഷ്ടമാണ് ഇവരുടെ ഈ മോരുകറി. കാരണം ഇത് നല്ലോണം ഇത് തിളപ്പിക്കാം. നമ്മൾ അധികം തിളപ്പിക്കത്തില്ലല്ലോ, കാരണം അത് പിരിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കടലമാവ് ചേർക്കുന്നതുകൊണ്ട് പിരിയത്തില്ലെന്ന് തോന്നുന്നത്. അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തു. കായപ്പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അല്പം മാത്രം. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ആദ്യം ഉപ്പ് ചേർത്തായിരുന്നു, എങ്കിലും എനിക്ക് തോന്നുന്നു ഉപ്പ് കുറവായതുകൊണ്ട് പിന്നീട് ചേർത്തു. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം അറിയിക്കുക. ഓക്കെ.